കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികൾ നൽകിയ വിടുതൽ ഹർജിയാണ് ജില്ലാ സെഷൻസ് കോടതി അംഗീകരിച്ചത്. സത്യം ജയിച്ചെന്നും കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കെ സുരേന്ദ്രന്റെ പ്രതികരണം. വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത്. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്നേക്കുമായി അയോഗ്യനാക്കാൻ വേണ്ടിയും BJPയെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ കെട്ടിച്ചമച്ചത്. വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. 3.5 വർഷം നിരന്തരമായി മഞ്ചേശ്വരം കോഴക്കേസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടി. ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ വേട്ടയാണ്, ഇത് വിജയിക്കാൻ പോകുന്നില്ല. കേസ് പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ല എന്ന വാദം കോടതി അംഗീകരിച്ചെന്ന് അഭിഭാഷകനും BJP നേതാവുമായ കെ ശ്രീകാന്ത് പറഞ്ഞു. ഈ കേസിൽ പ്രതിഭാഗം ഉന്നയിച്ച നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കോടതി ശരിവച്ചിരിക്കുകയാണ്. ഇതിൽ യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഇല്ല എന്നും അത് കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ വാദം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിലെ പരാതി, ഇതിലെ അന്വേഷണം, ഇതിലെ അന്തിമ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട്, ചാർജ്, ഇതെല്ലാം തന്നെ നിയമാനുസൃതമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ വാദം അത് കോടതി ഇന്ന് ശരിവച്ചിരിക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ BSP സ്ഥാനാർത്ഥി കെ സുന്ദരയ്ക്ക് പണവും മൊബൈൽ ഫോണും നൽകി എന്നായിരുന്നു കേസ്. അരുൺ പാറക്കലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കാസർഗോഡ് നിന്ന്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി സാനു എസ് പണിക്കരാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവിച്ചത്. ഇന്ന് കെ സുരേന്ദ്രനും മറ്റ് 6 പ്രതികളും സമർപ്പിച്ച വിടുതൽ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. കോടതി പ്രധാനമായും പരിശോധിച്ചൊരു കാര്യം ഈ കേസ് വിചാരണ വേളയിലേക്ക് പോകണോ എന്നതായിരുന്നു. ഇതിനു വേണ്ടുന്ന തെളിവുകൾ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസും ഹാജരാക്കിയോ എന്ന് കോടതി പരിശോധിച്ചു. അതിനുശേഷമാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് കോടതി ഇന്നിപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒറ്റവാക്കിൽ വിധി പറയുകയായിരുന്നു. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നൊരു വിധി കോടതി പറയുകയായിരുന്നു. ഇനി ആ വിധിപ്പകർപ്പ് ലഭിക്കണം. ആ വിധിപ്പകർപ്പ് ലഭിച്ചാൽ മാത്രമാണ് ആ വിധിപ്പകർപ്പിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കെ സുരേന്ദ്രനും അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ്റെ ചീഫ് ഏജൻ്റായിരുന്ന BJP മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണ ഷെട്ടി, യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്ക്, കെ മണികണ്ഠറൈ, വൈ സുരേഷ്, ലോകേഷ് നോഡ എന്നിവരെയാണ് ഇപ്പോൾ നിലവിൽ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഈ കേസ് പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് കോടതി കണ്ടെത്തിയെന്നാണ് പ്രതിഭാഗം അഭിഭാഷകനായ അഡ്വക്കേറ്റ് എസ് ശ്രീകാന്ത് വ്യക്തമാക്കിയത്. ഈ സത്യം തെളിഞ്ഞെന്നും ഈ കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു താൻ ഈ കേസിൻ്റെ ഇരയായെന്നുമാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വിധിപ്പകർപ്പ് വന്നതിന് ശേഷം ആ വിധിപ്പകർപ്പ് പരിശോധിച്ച ശേഷം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു മേൽക്കോടതിയെ സമീപിക്കണോ, അപ്പീൽ പോകണോ എന്ന കാര്യത്തിലൊരു വ്യക്തതയുള്ളൂ എന്നാണ് VV രമേശൻ, ഈ കേസിൻ്റെ ഹർജിക്കാരൻ VV രമേശൻ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും CPM-നെയും അതുപോലെ തന്നെ LDF-നെയും രാഷ്ട്രീയമായി ഇനിയൊരു ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ് എത്തിച്ചിരിക്കുന്നു. അന്ന് LDF സ്ഥാനാർത്ഥിയായ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശനാണ് കെ സുരേന്ദ്രനെ പ്രതിയാക്കി കെ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലൊരു കേസ് കോടതിയിൽ നൽകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട വിധിപ്പകർപ്പ് വന്നതിന് ശേഷം ഇനി അപ്പീൽ പോകുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് LDF-ഉം CPM-ഉം പ്രതികരിച്ചിരിക്കുന്നു. ഉന്മേഷ്, ശരി. അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.